ഇന്ന് നമുക്ക് ചിക്കൻ ത്രെഡ് ബാൾസ് ഉണ്ടാക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു 6-8 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴന്ന് ചെറുതായി കളർ മാറി തുടങ്ങണം. ഇത് പെട്ടെന്ന് വഴന്നു വരാനായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിലും മട്ടണിലും ഫിഷിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് കൈകൊണ്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്താലും മതി. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ആകുമ്പോൾ നന്നായി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചിക്കൻ എപ്പോഴും ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ചീന്തിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എനിക്കതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കാം. ഇത് ഞാൻ 2 പൊട്ടാറ്റോ തൊലിയോട് കൂടി പുഴുങ്ങി അതിനുശേഷം തൊലി കളഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒരു ലൂസ് ബാറ്റർ തയ്യാറാക്കാം. പേസ്റ്റ് പോലെയല്ല, അല്പം ലൂസായിട്ടാണ് തയ്യാറാക്കേണ്ടത്. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായി ഉരുട്ടിയെടുക്കണം. ഇനി ബാക്കിയുള്ള മുഴുവൻ കൂട്ടുകൊണ്ടും ബോൾസ് തയ്യാറാക്കാം. ഇപ്പോൾ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമൂസ ലീവ്സ് എടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്നിച്ചാക്കി ഒരു റിബൺ പോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു 6 ലീവ്സ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരുന്ന സമൂസ ലീവ്സ് മുഴുവൻ റിബൺ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുത്ത് ബാക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം.
ഇനി ഇതിന് മുകളിലായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്ട്രി റിബൺ ഒന്ന് ചുറ്റി കൊടുക്കാം. റിബൺ ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ബാറ്റർ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ റിബണും നമുക്ക് ഇതിനു മുകളിൽ ചുറ്റി കൊടുക്കാം. ഇതുപോലെ മുഴുവൻ റിബൺ വെച്ചും ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചുറ്റി എടുക്കണം. ഇതിന് അത്യാവശ്യം ക്ഷമ വേണം. എല്ലാത്തിനും ചുറ്റിയെടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ മടുത്തു പോകും. പക്ഷേ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല ഐഡിയ ആയിരിക്കും. ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്ത് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 9 ബോൾ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ 9 ബോൾസേ ചുറ്റിയെടുത്തിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളെ ഫ്രൈ ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ളത് പിന്നീട് ഞാൻ ചുറ്റിയെടുത്ത് ഫ്രൈ ചെയ്തോളാം. ഇപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറുവശം കൂടി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് വറുത്തെടുക്കാം. 9 ബോൾസും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം സെർവ് ചെയ്യാം.